കർത്താവിൻ്റെ മേശയോട് നമ്മൾ അടുക്കുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ടതായി എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നിരിക്കുന്ന ആശയം യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുവാനാണ്. ബൈബിൾ പറയുന്നു, ലോക സ്ഥാപനത്തിന്റെ മുൻപേ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുൻപേ, ഈ ലോകത്തെ ദൈവം ഉണ്ടാക്കുന്നതിന് മുൻപേ ദൈവം, ഭാവിയെ കണ്ട ദൈവം നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറുത്തു. ആദാമിനെയും അവയെയും സൃഷ്ടിച്ചതിന് ശേഷം അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചല്ല. ലോക സ്ഥാപനത്തിന്റെ മുൻപേ, അടിസ്ഥാനമിടുന്നതിന് മുൻപേ, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തം പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. അതിന്റെ ഫങ്ഷൻസ് ചുരുക്കമായി പറഞ്ഞ് എന്നതിവിടെ പറയുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള മണ്ഡലത്തിൽ അതിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കും. യേശുവിന്റെ രക്തത്തിന് വലിയ ശക്തിയുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. യു വിൽ ഹാവ് ടു ബിലീവ്. കാര്യം, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ അത് വിശ്വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പല അറിവുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അതൊരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ ഒരു വലിയ ശക്തിയുണ്ട്. അത് വിശ്വസിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. ഒരു വാക്യം വായിക്കാം. ചില വാക്യങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ കാണുവാൻ സാധിക്കും. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യോഹന്നാൻ ആസിയിൽ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണുവാൻ സാധിക്കും, washed by the blood. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. യേശുവിന്റെ രക്തം കഴുകുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം നമ്മളെ പാപങ്ങളിൽ നിന്നും കഴുകുന്ന രക്തമാണ്. പഴയ നിയമത്തിൽ പറയുന്നു, കുഞ്ഞാടുകളുടെ രക്തം പാപത്തെ മറയ്ക്കും. ഇറ്റ് ജസ്റ്റ് കവേഴ്സ് ഇറ്റ് അപ്പ്. അതിനെയൊക്കെ മറച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പുതിയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം നീക്കിക്കളയും, കഴുകിക്കളയും. ഇന്ന് പലരുടെയും പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസാക്ഷിയെ കുത്തുന്നതായി, മനസാക്ഷിയുടെ ലജ്ജ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ പാപത്തെ ആ രക്തം കഴുകിക്കളയും. പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ പല തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. വ്യത്യസ്ത വാക്കുകൾ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ അല്ല. പക്ഷേ മറ്റു ചില തരത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുവാൻ ബൈബിളിലെ ചില ആശയങ്ങൾ എടുത്താൽ ഒരു വാക്കാണ് ഹമാർട്ടിയ. ഹമാർട്ടിയ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക. അത് മാത്രമേ ഉള്ളൂ. മലയാളത്തിലും ഇംഗ്ലീഷിലും പാപം, സിൻ എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കുകളുടെ അർത്ഥം എടുത്ത് പഠിച്ചാൽ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാ പാപം. ഞാൻ തീരുമാനിച്ചു രാവിലെ 8 മണിക്കാണ് ആരാധന, 8 മണിക്ക് ഇവിടെ എത്തണം. പക്ഷെ എത്തിയപ്പോൾ 8:15 ആയെങ്കിൽ ഇൻ സ്ട്രിക്ട് സെൻസ് ഞാനൊരു പാപം ചെയ്തു, ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയി. ഈ പ്രാവശ്യം ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കും, ഇത്ര മണിക്കൂർ പഠിക്കുവാൻ സമയമെടുക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല, ഈ കാര്യങ്ങൾ ചെയ്യും. എടുത്ത തീരുമാനം ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയാൽ ബൈബിൾ പറയും നീ പാപിയ. പക്ഷെ പലപ്പോഴും നമ്മൾ പാപത്തെ പാപമായി അംഗീകരിക്കാതെ പലപ്പോഴും അതിനെ ബലഹീനതയായി തള്ളിക്കളയും. കോപിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു, പക്ഷേ കോപിച്ചു പോയി. പാസ്റ്ററെ, ഞാൻ കോപിച്ചു പോയി, ഞാൻ തീരുമാനിച്ചതാ, പക്ഷേ എൻ്റെ ബലഹീനതയാ. ആ വാക്ക് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ പാപം സകല ബലഹീനതയും മാറ്റുമെന്നല്ല. യേശുവിന്റെ പാപം ബലഹീനതകളെ അകറ്റിക്കളയുമെന്നല്ല. യേശുവിന്റെ പാപം ബലഹീനതകളെ കഴുകിക്കളയുമെന്നല്ല. സകല പാപത്തെയും കഴുകുവാൻ ശക്തമായ യേശുവിന്റെ രക്തമാണ് ഇന്ന് ദൈവജനത്തിനു വേണ്ടി ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മണ്ഡലങ്ങളിലും ജയമില്ലാത്തതിന്റെ കാര്യം പലതിനെയും നമ്മൾ പാപമായി അംഗീകരിക്കാറില്ല, പലതും ജീവിതത്തിൽ ബലഹീനതയായി തള്ളിക്കളയുകയാണ്. എന്നൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിനെ കുറിച്ചുള്ള ബോധം വന്നാൽ, എൻ്റെ ജീവിതത്തിൽ ബലഹീനതയല്ല, ഞാൻ ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കുവാൻ സാധിക്കാതെ, തീരുമാനിച്ച തീരുമാനങ്ങൾ അതിൽ നിൽക്കുവാൻ കഴിയാതെ, ഞാൻ നിൽക്കേണ്ട വഴിയിൽ നിൽക്കുവാൻ കഴിയാതെ മാറിപ്പോയ